എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഹിസ്റ്ററി എന്നുള്ളതാണ്. അപ്പം ഹിസ്റ്ററിനെ പറ്റി പറയുമ്പോൾ ആദ്യം നമ്മൾ പറയേണ്ടത് ഇതിനെപ്പറ്റി ആൻഷ്യൻ ടൈംസിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. അപ്പം ആദ്യമായിട്ട് ഇതിൽ ഗ്രീക്ക് മെത്തോളജിയിൽ എ എന്നല്ല അതിനെപ്പറ്റിയുള്ളൊരു രീതിയിൽ പറയുന്നുണ്ട്. അതിൽ താലോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റോബോട്ടിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ അതിൽ വരുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അരിസ്റ്റോട്ടിലിൻ്റെ ഒരു ലോജിക്കൽ റീസണിങ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യം. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ബർത്ത് ഓഫ് എ ഐ എന്ന് പറയുന്നതാണ്. ബർത്ത് ഓഫ് എ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അലൻസ് ട്യൂറിങ്ങിൻ്റെ ട്യൂറിങ് ടെസ്റ്റിനെ പറ്റിയുള്ള കാര്യമാണ്. അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് 1915 ഈ അലൻസ് ട്യൂറിങ് ഇത് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ജോൺ മെക്കാർത്തി. എ ഐ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ജോൺ മെക്കാർത്തി എന്ന് പറയുന്നത്. ജോൺ മെക്കാർത്തിയാണ് ഫാദർ ഓഫ് എ ഐ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളൊരു ടേം പുതിയതായിട്ട് കോയിൻ ചെയ്തത്. ഡാർട്ട്മൗത്ത് കോൺഫറൻസിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു എ ഐ എന്നുള്ള ആദ്യമായിട്ട് ഒരു ടേമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടും മാത്തമാറ്റിക് പ്രോബ്ലംസ് ലോജിക്കലി ക്ലിയർ ചെയ്യുന്ന ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും എ ഐയുടെ ഭാഗമായിട്ട് തന്നെയാണ്. പിന്നെ വരുന്ന അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഏർലി ഒപ്റ്റിമിസം ആൻഡ് എ ഐ വിൻഡേഴ്സ് എന്ന് പറയുന്നത് 1960s 80s വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു അത് നടന്നിട്ടുണ്ടായിരുന്നത്. ഈ സമയത്താണ് നമ്മളെ എലിസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാറ്റ് ബോട്ടൊക്കെ വന്നിട്ടുള്ളത്. അതൊരു തെറാപ്പിസ്റ്റിനെ മിമിക് ചെയ്തിട്ടുണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എ ഐ വിൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഐ കുറച്ച് ഡൗൺ ആയിട്ടുള്ള ഒരു ടൈമായിരുന്നു. ഫണ്ടിങ്ങിന്റെ ഇൻട്രസ്റ്റിന്റെ ഒക്കെ കാരണം കുറഞ്ഞതുകൊണ്ടും പിന്നെ പല ഫെയിലിയേഴ്സിന്റെ കാരണമായിട്ടും എ ഐ വിൻഡേഴ്സിൽ എ ഐന്റെ ഡെവലപ്പിംഗ് ഒക്കെ കുറച്ച് കുറഞ്ഞു വന്നു. പിന്നെ അടുത്ത സെക്ഷനായിട്ട് വരുന്നതാണ് റൈസ് ഓഫ് മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിംഗ് പിന്നെയാണ് വരുന്നത്. ഒരു 90s to 2000 ആണ് മെഷീൻ ലേണിംഗ് വരുന്നത്. അപ്പം റിസർച്ചേഴ്സ് ഹാർഡ് കോഡിങ്ങിനേക്കാളും നല്ലത് നമ്മുടെ മെഷീൻ ലേണിംഗ് ആണെന്ന് മനസ്സിലാക്കുന്നു. ML മെഷീൻ ലേണിങ്ങിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻസ് ഡാറ്റയിൽ നിന്നാണ് ലേൺ ചെയ്യുന്നത്. അതിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഫിക്സഡ് റൂൾസ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അതിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് IBMന്റെ ഡീപ് ബ്ലൂ എന്ന് പറഞ്ഞ 1997 വന്ന ഒരു AI ടൂള്. അത് വെച്ചിട്ട് അന്നത്തെ ചെസ് ചാമ്പ്യൻ ആയിട്ടുള്ള ഗാരി കാസ്പറോവിനെ AI ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ തന്നെ ഇന്റർനെറ്റിന്റെ വളർച്ച കൂടി വന്നതോടുകൂടി ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ കിട്ടിയതും ഇത് AI ഫ്യൂവൽ ചെയ്യാൻ കാരണമായി. പിന്നെ അതുപോലെ തന്നെ SVM അതായത് സപ്പോർട്ട് വെക്ടർ മെക്കാനിസം മെഷീൻസ് പിന്നെ ന്യൂറൽ നെറ്റ്വർക്ക് ഒക്കെ പോപ്പുലർ ആയി തുടങ്ങിയതും ഈ കാലഘട്ടത്തിലായിരുന്നു. പിന്നെ ഇതിന്റെ ഇപ്പം ഒരു 2010 തൊട്ട് പ്രസന്റിലേക്കുള്ള കാര്യമാണ് നോക്കാനുള്ളത്. അതിലാണ് AI റെനസൻസ് ആൻഡ് ഡീപ്പ് ലേണിംഗ് വരുന്നത്. അപ്പം പിന്നെയാണ് ഈ ഡീപ്പ് ലേണിംഗ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയി തുടങ്ങുന്നത്. അതിനുശേഷമാണ് ഡീപ്പ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറൽ നെറ്റ്വർക്ക് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ട് AI ട്രെയിൻ ചെയ്യുന്നതാണ്. പിന്നെ ഇമേജ് നെറ്റ് ചാലഞ്ച് അത് 2012 തൊട്ടാണ് വരുന്നത്. നമ്മളെ ഫേസ് ഐഡന്റിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അതിലാണ് വരുന്നത്. ആപ്പിളൊക്കെയാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ കമ്പനി ഈ ഗൂഗിളും ഫേസ്ബുക്കും പോലെ കമ്പനികൾ ആ സമയത്ത് കൂടുതലായിട്ട് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. പിന്നെ ഇതിൽ വരുന്നതെന്നാണ് NLP അഥവാ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്. അതായത് ഹ്യൂമന്റെ ലാംഗ്വേജ് AI അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ തുടങ്ങി. അതാണ് ഈ NLP എന്ന് പറയുന്നത്. പിന്നെ AI സ്റ്റാർട്ടഡ് മീൻസ് AI മറ്റ് ഏരിയാസിലൂടെ കൂടുതലായിട്ട് വന്നു. അത് ഒരു ഉദാഹരണമാണ് വോയിസ് അസിസ്റ്റൻസ്, ഗൂഗിൾ അസിസ്റ്റന്റ്, സിറി ഒക്കെ അതിന് ഉദാഹരണമാണ്. പിന്നെ സെൽഫ് ഡ്രൈവിംഗ് കാർസ്, പിന്നെ ഹെൽത്ത് കെയർ ഡയഗ്നോസിസ്, പിന്നെ ഇ-കൊമേഴ്സ് റെക്കമെൻഡേഷൻ കാര്യങ്ങളൊക്കെ അതാണ്. പിന്നെ ഇതിന്റെ അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നത് നമ്മളെ ഇപ്പോൾ ഉള്ള കറണ്ട് സ്റ്റേറ്റും ഇനി ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും AI എന്നുള്ളതാണ്. അപ്പം അതിൽ എന്ന് പറഞ്ഞാൽ ജനറേറ്റീവ് AI നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 2022 തൊട്ട് അത് ഇപ്പോഴും അതിൽ ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ChatGPT, അതുപോലെ സോറ, ഗ്രോക്ക്, അതുപോലത്തെ കോപ്പൈലറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ അതിൽ വരുന്നതാണ്. പിന്നെ ഇതിൽ തന്നെ എത്തിക്കലായിട്ട് നമുക്ക് കുറേ കൺസേൺസ് ഒക്കെ ഉണ്ട്, ബയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജോബ് ഡിസ്പ്ലേസ്മെന്റിനെ പറ്റിയും നമുക്ക് എല്ലാത്തിനെ പറ്റിയും ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിനുവേണ്ടി കുറേ റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ ഫ്യൂച്ചർ ട്രെൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AGI, ഒന്ന് ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ്,
അതായത് മനുഷ്യനെ പോലെ തന്നെ ആക്ട് ചെയ്യാൻ പറ്റുന്ന AIs, മനുഷ്യനെ പോലെ തന്നെ എല്ലാം കാപ്പബിൾ ആയിട്ടുള്ള AIs അതിൽ വരുന്നതാണ്. പിന്നെ ഹ്യൂമൻ AI കൊളാബറേഷൻ എന്ന് പറയുന്നത്, അതായത് ഹ്യൂമൻസിനെ റീപ്ലേസ് ചെയ്യുന്നതിന് പകരം AIയും ഹ്യൂമൻ ആയിട്ടുള്ള ഒരു കൊളാബറേഷനിൽ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഹിസ്റ്ററി ഓഫ് AIയും പിന്നെ ഇതുപോലുള്ള കറണ്ട് സിനാരിയോയിലുള്ള AIയുടെ ഇമ്പോർട്ടൻസ് ഒക്കെ ആയിട്ട് പറയാനുള്ളത്.